പാലക്കാട് അതൃപ്തി അറിയിച്ച ബി.ജെ.പി. നേതാക്കളുമായി ആർ.എസ്.എസ്. നേതൃത്വം സംസാരിച്ചു. ആർ.എസ്.എസ്. കാര്യാലയത്തിലാണ് കൂടിക്കാഴ്ച നടന്നത്. ഒരു വിഭാഗം നേതാക്കളെ ആർ.എസ്.എസ്. അനുനയിപ്പിച്ചെങ്കിലും വിമതസ്വരമുയർത്തിയ ഒരു വിഭാഗം സമവായത്തിന് തയ്യാറായിട്ടില്ല. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ പാലക്കാട് ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് കൗൺസിലർമാർ ഉൾപ്പെടെ ഒരു വിഭാഗം ബി.ജെ.പിക്കാർ എതിരഭിപ്രായവുമായി രംഗത്ത് വന്നത്. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജനെ പ്രശാന്ത് ശിവൻ വീട്ടിൽ പോയി കണ്ടു. വിവരങ്ങളുമായി നന്ദഗോപാലും ഒപ്പം സാജിദ് അജ്മലും ചേരുന്നു. നന്ദഗോപാൽ, എന്താണ് ഇപ്പോൾ അവിടെ ആർ.എസ്.എസ്. നടത്തുന്ന ഇടപെടൽ നീക്കങ്ങൾ എന്താണ്? നിഷാദ്, അതായത് ഇന്നലെയാണ് ഈ പ്രശാന്ത് ശിവനെ അധ്യക്ഷനാക്കുന്നതിൽ വലിയ വിമർശനവുമായി ബി.ജെ.പിയിലെ ചില നേതാക്കൾ, കൗൺസിലർമാരടക്കം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ചൂണ്ടിക്കാട്ടിയ വിഷയം പ്രശാന്ത് ശിവനെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അധ്യക്ഷനാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ അധ്യക്ഷനാക്കി പ്രഖ്യാപിക്കുകയാണെങ്കിൽ രാജിസന്നദ്ധതയും ഇവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ രാത്രി ഉൾപ്പെടെ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നെങ്കിലും പിന്നീട് ആർ.എസ്.എസ്. ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഈ അതൃപ്തരായ നേതാക്കൾ ആർ.എസ്.എസിന്റെ നേതൃത്വം സംസാരിച്ചിരുന്നു എന്നുള്ളത് അറിയുന്നു. അത് ഒരു സമവായത്തിലേക്ക് പോയി എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്. ഇത് കൗൺസിലർമാർ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ബി.ജെ.പി. ഓഫീസിൽ പ്രശാന്ത് ശിവനെ അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നടക്കും. 10:10 ഈ ചടങ്ങ് നടക്കേണ്ടത്. ഈ ഒരു ചടങ്ങിലേക്ക് അതൃപ്തി അറിയിച്ച കൗൺസിലർമാരൊക്കെ തന്നെ എത്തും എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സമീപത്തുള്ള ആർ.എസ്.എസ്. കാര്യാലയത്തിലും ഇത്തരത്തിൽ ഒരു യോഗം ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു കൂടിക്കാഴ്ച അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതൃപ്തി അറിയിച്ച നേതാക്കൾ മാത്രമുള്ള ഒരു യോഗവും നടന്നിട്ടുണ്ട്. ഒപ്പം ഈ അധ്യക്ഷനായി ചുമതല ഏൽക്കാൻ പോകുന്ന പ്രശാന്ത് ശിവൻ ഇന്നലെ വിമർശനം ഉന്നയിച്ച മുതിർന്ന അംഗം ശിവരാജനെ വീട്ടിൽ പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകളൊക്കെ തന്നെ നടക്കും. അവിടേക്ക് ഇപ്പോൾ ഈ തരത്തിൽ മറ്റ് കൗൺസിലർമാരൊക്കെ തന്നെ എത്തുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസും ഇന്നലെ ഈ ഒരു അവസരം, ഈ അതൃപ്തരായ നേതാക്കൾ ഈ രാജ്യസന്നദ്ധ അറിയിച്ചപ്പോൾ കോൺഗ്രസും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇവരെ ഈ അതൃപ്തരായ നേതാക്കൾ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ അവരെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുമെന്നുൾപ്പെടെയുള്ള ഒരു നീക്കമൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കളും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നീക്കത്തിൽ നിന്നും കോൺഗ്രസ് തൽക്കാലം മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കും. അതിലേക്ക് ഈ അതൃപ്തരായ നേതാക്കൾ കൂടെ എത്തി അവരുടെ നിലപാട് വ്യക്തമാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് സമവായത്തിനുള്ള കാരണങ്ങളായി വന്നത്, എങ്ങനെയാണ് സമവായത്തിലേക്ക് എത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടെ വിശദീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.